കുറേ ആളുകൾ കുറേ വർഷങ്ങളായിട്ട് നടത്തിയ പഠനത്തിൽ നിന്ന് അതൊടുവിൽ പ്രൂവൺ ആവുകയാണ്. നമ്മുടെ കാഫ് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുന്നതിലൂടെ പൂർണ്ണമായിട്ട് നമുക്ക് ഡയബറ്റീസിനെ നിർത്താൻ സാധിക്കും. കാഫ് മസിൽസ് സ്ട്രോങ് ആണെങ്കിൽ ഡയബറ്റീസ് വരില്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ ഹെൽത്തിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസിലാണ് കാഫ് മസിൽസ്. ഈ കാഫ് മസിലിനെ നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ഡയബറ്റീസ് വരുന്നത്? നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസി പോകുമ്പോഴാണ്. നമ്മുടെ മസിൽസ് സ്ട്രോങ് ആണെങ്കിൽ ഈ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂടും. അതുകൊണ്ട് നമ്മുടെ ബ്ലഡ് ഷുഗറിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിൽ ഒരു പ്രൈമറി ഘടകമാണ് ഈ മസിൽസ്. ഈ മസിൽസിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാൻ സഹായിക്കുന്ന മസിൽസാണ് കാഫ് മസിൽസ്. നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു മസിലാണ് ഈ കാഫ് മസിൽസ്. നമ്മുടെ ഈ കാഫ് മസിൽസ് കോൺട്രാക്റ്റ് ആകുന്ന ടൈമിൽ നമ്മുടെ കാലിലെ എല്ലാ മൊത്തം ബ്ലഡിനെ മുകളിലേക്ക് പമ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കാഫ് മസിൽസ് സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഗുണങ്ങളുണ്ട്. അതിലേറ്റവും ഗുണം ഇപ്പോൾ കണ്ടുപിടിച്ച ഈ കാര്യമാണ്. കാഫ് മസിൽ സ്ട്രെങ്തൻ ചെയ്താൽ ഡയബറ്റീസിനെ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കാൻ സാധിക്കും. ഇനി എന്തൊക്കെ എക്സസൈസ് ചെയ്താലാണ് നമുക്ക് നമ്മുടെ കാഫ് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ജിമ്മിൽ പോയി വലിയ വെയിറ്റ് ഇട്ട് ചെയ്യാനൊന്നും ഞാൻ പറയത്തില്ല. സമയം കിട്ടുമ്പോൾ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. വീട്ടിലെ ഏതെങ്കിലും സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ഒരു 12 നമ്പർ വെച്ച് 3 സെറ്റ് വീതം ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ പിന്നെ സൂക്ഷിക്കണം, ബാലൻസ് കിട്ടാൻ എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ബാലൻസ് തെറ്റി വീഴും. പിന്നീട് മാക്സിമം നടക്കാൻ അവസരം കിട്ടിയാൽ നടക്കുക, സ്റ്റെപ്പ് കയറാൻ അവസരം കിട്ടിയാൽ സ്റ്റെപ്പ് കയറുക. ഞാൻ കൊച്ചി മെട്രോ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. മെട്രോ ട്രെയിൻ വരെ എത്താൻ താഴെ ഇന്ന് എസ്കലേറ്ററുമുണ്ട്, സ്റ്റെപ്സുമുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഒരു 95% ആളുകളും എസ്കലേറ്ററാണ് യൂസ് ചെയ്യുന്നത്, ആരും സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ സ്റ്റെപ്പ് ഉപയോഗിക്കുക. നമ്മുടെ വർക്ക് കാരണം ചിലപ്പോൾ നമ്മൾ ബിസി ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാനൊന്നും സമയം കാണത്തില്ല. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മാക്സിമം നമ്മുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക. ചിലർ ഓഫീസിലും വെറുതെ ഇരുന്ന് ഡെസ്ക് ജോബ് ആയിരിക്കും ചെയ്യുന്നത്, അപ്പോൾ അവർക്കും വലിയ മസിൽ മൂവ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. പിന്നെ ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് മോശം ഡയറ്റ് ആണെങ്കിൽ അതിലൊരു കാര്യമില്ല. നല്ല ഡയറ്റും നല്ല ഡിസിപ്ലിനുമാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് ഏറ്റവും മുഖ്യം. കാഫ് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ഡയബറ്റീസ് മാത്രമല്ല വെരിക്കോസ് വെയിൻ പോലുള്ള മാരക രോഗങ്ങളെ വരെ തടയാൻ സാധിക്കും. അതുകൊണ്ട് ടൈം ഉണ്ടെങ്കിൽ എല്ലാവരും കാഫ് മസിൽസിന് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ലോങ് ടൈമിൽ കുറേ ഗുണങ്ങൾ ഇത് കാരണം ഉണ്ടാകും. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.